കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 35-ാമത് വാക്യം. നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയതാര് എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ചിന്ത ഞാൻ ഇന്ന് പ്രഭാതത്തിൽ കൈമാറുകയാണ്. നിന്ദിച്ച ഇടത്ത്, അപമാനിക്കപ്പെട്ട ഇടത്ത്, തള്ളപ്പെട്ട ഇടത്ത്, സ്തോത്രം, നിന്നെ ആക്ഷേപിച്ച ഇടത്ത്, നീ അപഹാസ്യനായി മാറിയ ഇടത്ത് നിന്നെ ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നമ്മൾ ഈ വാക്യത്തിലൂടെ വിശ്വസിക്കണം. സ്തെഫാനോസിൻ്റെ പ്രഥമ പ്രസംഗം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ പോലും അവസാനിച്ച് ആദിമസഭയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നുള്ള പേരിന് അർഹനായൊരു വ്യക്തിയാണ് സ്തെഫാനോസ്. മേശമേലുള്ള ശുശ്രൂഷയ്ക്കായിട്ട് അവസരമൻ തിരഞ്ഞെടുത്തവനാണെങ്കിൽ ശക്തമായ ഒരു ശുശ്രൂഷ ദൈവം അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ചുരുങ്ങിയ കാലത്തിലെങ്കിൽ ഒറ്റ മെസ്സേജ് കൊണ്ട് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട്. ആദ്യ പ്രസംഗത്തിൽ പരാമർശിച്ച മോശയെ പറ്റിയുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്, അല്ലേ? ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞു വന്നപ്പോൾ സ്തെഫാനോസ് പറയുകയാണ്, സ്തോത്രം, നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവും അധികാരിയും ആക്കിയത് ആര് എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. ശ്രദ്ധിക്കുക, നമുക്കറിയാം മിസ്രയീമിനെ കൊന്ന് സ്തോത്രം, ഹല്ലേലൂയ, അത് ഇസ്രായേൽ ജനം, യഹൂദ ജനം അറിഞ്ഞ് അത് ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തുമെന്നുള്ള ചിന്തയിൽ നിന്നുള്ള ആ ഭയത്തിൽ നിന്നാണ് മോശ മിസ്രയീം വിട്ട് മിദ്യാനിലേക്ക് ഓടുവാൻ തക്കവണ്ണം ഇടവന്നത്. 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അത് തിരിച്ച് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൈവത്തിന്റെ ദൂതൻ മുഖാന്തരം മിസ്രയീമിലേക്ക് സ്തോത്രം, ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ വേണ്ടി മോശയെ ദൈവം കൊണ്ടുവരുമ്പോൾ വെറുതെ കൊണ്ടുവരുന്നതല്ല, പകരം അവിടെ ഇങ്ങനെ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അവനെ തിരിച്ചയക്കുകയായിരുന്നു ചെയ്തത്. എവിടേക്കാണ് ദൈവം അവനെ തിരിച്ചയച്ചതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി തിരുവചനം പറയുന്നു, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയും കർത്താവുമാക്കിയതാർ എന്ന് ചോദിച്ച അതേ ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പുകാരനാക്കി ദൈവം മോശയെ മാറ്റുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീ നിന്ദിക്കപ്പെട്ട ഇടത്ത്, നീ ആക്ഷേപിക്കപ്പെട്ട ഇടത്ത്, സ്തോത്രം, നീ പരിഹാസം ഏറ്റ ആ സ്ഥലത്ത്, ആ ഏരിയയിൽ, ആ മേഖലയിൽ, ആ വ്യക്തികളുടെ മുൻപിൽ നിന്നെ മാനിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത്. സ്തോത്രം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം യിഫ്താഹ് എന്നൊരു മനുഷ്യനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു യിഫ്താഹ്. അപ്പന്റെ അവകാശത്തിൽ നിന്ന് സഹോദരങ്ങൾ അവനെ തള്ളി മാറ്റുമ്പോൾ അന്ന് അവന് നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന സാഹചര്യം. എന്നാൽ സ്തോത്രമലേലിയ കുറെ നാളുകൾ കഴിയുമ്പോൾ ആരാണ് അവനെ തള്ളി മാറ്റിയത്? അവർ തന്നെ പറഞ്ഞു, നീ ഞങ്ങൾക്ക് അധികാരിയായിരിക്കുക, നീ ഞങ്ങൾക്ക് ന്യായപാലകനായിരിക്കുക എന്ന് പറയുന്ന സ്തോത്രമലേലിയ ജനത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ ദൈവദാസനെ, പ്രിയ വിശ്വാസിയെ, പ്രിയ ദൈവ പൈതലെ, നീ ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ നീ നിന്ദിക്കപ്പെട്ടിരിക്കാം, എന്നെ സഹായിപ്പാൻ ഒരുപക്ഷെ ആരുമില്ലെന്ന് വരാം. എന്നാൽ നിന്നെ സ്തോത്രം നിന്ദിച്ച അതേ സ്ഥലത്ത് നിന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആ വാക്ക് നിങ്ങൾക്ക് ഏറ്റുപറയാൻ കഴിയുമെങ്കിൽ ഉറപ്പോടെ പറയുക, മോശയുടെ ദൈവമാണ് എൻ്റെ ദൈവം, പ്രൈസ് ദി ലോർഡ്. യിഫ്താഹിന്റെ ദൈവമാണ് എൻ്റെ ദൈവം, ദാവീദിന്റെ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് ആർക്കൊക്കെ പറയുവാൻ കഴിയും? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതൊരു വലിയ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം പോകുകയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. ഈ സന്ദേശം ആയിരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ അവിടുന്ന് കൃപ ചെയ്യണം. അനേകർക്ക് വിടുതലും അനേകർക്ക് ആശ്വാസവുമായി മാറുവാൻ സ്വർഗമേ അവിടുന്ന് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.